പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിക്ക് പീഡനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഡിവൈഎസ്പിക്ക് അന്വേഷണം കൈമാറി. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ.എ. വിദ്യാധരൻ കേസ് അന്വേഷിക്കും. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. പേരുക്കട പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിച്ച ദളിത് യുവതിയായ ബിന്ദുവിന് ക്രൂരതയേൽക്കേണ്ടി വന്ന റിപ്പോർട്ടർ TV വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ. വിദ്യാധരന് അന്വേഷണ ചുമതല നൽകിയത്. 2 ദിവസത്തിനകം ഇദ്ദേഹം കേസ് ഏറ്റെടുക്കും. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് കാണാതായ മാലയെക്കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചുമായിരിക്കും അന്വേഷിക്കുക. അന്വേഷിച്ച എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവിൽ പറയുന്നത്. അതേസമയം തന്നെ അധിക്ഷേപിച്ച മറ്റൊരു പോലീസുകാരനെതിരെ കൂടി ക്രൂരതയ്ക്കിരയായ ബിന്ദു പരാതി നൽകിയിരുന്നു. അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ ചോദ്യം ചെയ്യുകയും രാത്രിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയായിരുന്നു ബിന്ദുവിന്റെ പരാതി. ഇയാൾക്കെതിരെ തൽക്കാലം നടപടിയെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ആഭ്യന്തര വകുപ്പ്. അതേസമയം ബിന്ദുവിന്റെ പരാതിയിന്മേൽ കണ്ടോൺമെന്റ് ACPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. സസ്പെൻഷനിലായ SI, ASI എന്നിവർക്കെതിരായി ശംഖുമുഖം ACP നടത്തുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വൈകിയേക്കും. ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ ക്രൂരതയേൽക്കേണ്ടി വന്ന സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി അവസാനിപ്പിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.